മുഅല്ലിമ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ കൽബിലെ അസൂയ, കിബിർ, പരദൂഷണം ഒഴിവാക്കാനുള്ള 8 ടിപ്സാണ്. നല്ല ഭംഗിയുള്ള ആളെ കാണുമ്പോൾ, നല്ല ജോലിയുള്ള ആളെ കാണുമ്പോൾ, സമ്പത്തുള്ള ആളെ കാണുമ്പോൾ, നല്ല വിദ്യാഭ്യാസമുള്ള ആളെ കാണുമ്പോൾ, നല്ല വീട് കാണുമ്പോൾ, നല്ല കാറുള്ള ആളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നാറില്ലേ, അല്ലാ, അവർക്ക് മാത്രം എന്താ വാരിക്കോരി കൊടുക്കണത്, എനിക്കൊന്നും തന്നില്ലല്ലോ. അള്ളാഹു എപ്പോഴും അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി കൊടുക്കുന്നുണ്ട്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എപ്പോഴും സങ്കടം. മറ്റുള്ളവരുടെ സന്തോഷമുള്ള ജീവിതം കാണുമ്പോൾ എനിക്കിതൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ല, അവർക്കതുണ്ടല്ലോ, എനിക്കിതില്ലല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുള്ള അസൂയയുടെ അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ചില ആളുകൾ ഇത് കൂടിക്കൂടി വന്ന് ഒരു തീക്കനൽ പോലാകും. പിന്നെ എപ്പോഴും ദേഷ്യവും പകയുമായിരിക്കും. ആ ആളുടെ നാശം എപ്പോഴും ആഗ്രഹിക്കും. പലർക്കും ആഗ്രഹമുണ്ടാവും എൻ്റെ ഉള്ളിലെ ഈ അസൂയ മാറ്റിയെടുക്കണമെന്ന്. ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും. ഒന്നാമത്തെ ടിപ്പ്, നമ്മൾ ആദ്യം ചിന്തിക്കുക, നമ്മുടെ കൽബിൽ അസൂയയും കിബിറും വെക്കുന്നോണ്ട് ആർക്കാ ശരിക്കും നഷ്ടം? നമുക്ക് തന്നെയാണ്. ദുനിയാവിൽ മാത്രമല്ല, പരലോകത്തും. ഇതിനു പുറമെ നമ്മൾ ഉറക്കമൊഴിഞ്ഞു ചെയ്ത തഹജ്ജുദ് നിസ്കാരം, ഫർള് നിസ്കാരം, സ്വലാത്ത്, ദിക്ർ, ഖുർആൻ എല്ലാം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്നു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ശരിക്കും കൽബിൽ അസൂയ വെക്കുന്ന നമ്മളെല്ലാവരും മണ്ടത്തരമാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ടിപ്പ്, രാവിലെ സുബ്ഹിക്ക് എണീക്കുമ്പോൾ തന്നെ മനസ്സിൽ കരുതണം, ഇന്ന് ഞാൻ നല്ലത് മാത്രമേ ചെയ്യൂ, നല്ലത് മാത്രമേ ചിന്തിക്കൂ. ഇത് നിസ്കാരശേഷം ദുആ ചെയ്യുക. ഇന്ന് മോശപ്പെട്ട ഒരു കാര്യവും ഞാൻ ചിന്തിക്കുകയില്ല, എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു വിഷമവും ഉണ്ടാകരുത്. ഇനി മൂന്നാമത്തെ ടിപ്പ്, നമുക്ക് ആരോടാണോ അസൂയ തോന്നുന്നത് അവരിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുക. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. നമുക്ക് അസൂയ ഉള്ളവരോട് ഫോണിലൂടെയുള്ള ചാറ്റിങ്ങും കുറക്കുക. അവരുടെ കോൺടാക്റ്റ് നമ്പർ ഡിലീറ്റ് ചെയ്യുക. ഇങ്ങോട്ട് ചാറ്റ് ചെയ്യുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും മാത്രം റിപ്ലൈ കൊടുക്കുക. നമുക്ക് ആരോടാണോ അസൂയ ഉള്ളത് അവരെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതിരിക്കുക. ഇത് എന്തിനാണെന്നറിയോ? അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സന്തോഷവും ഉയർച്ചയും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവരെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ചിന്ത കൂടിക്കൂടി നമുക്ക് അവരോട് പകയും ദേഷ്യവുമായിരിക്കും. അവരുമായി ചെറുതായി അകലുമ്പോൾ നമ്മുടെ ചിന്തകളും മാറും. നമുക്കും അവർക്കും ഇതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നാലാമത്തെ ടിപ്പ്, അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ സലാം പറയുക. ഔദും ബിസ്മിയും തവക്കൽതു അലല്ലാഹ് എന്നെല്ലാം കൽബിൽ കരുതുക. ഇനി അഞ്ചാമത്തെ ടിപ്പ്, നമ്മുടെ കൽബിനെ ക്ലിയർ ആക്കാനുള്ള ഏറ്റവും എളുപ്പവഴി ഖുർആൻ, സ്വലാത്ത്, ദിക്ർ വർദ്ധിപ്പിക്കുക. ഇനി ആറാമത്തെ ടിപ്പ്, നമുക്ക് ആരോടാണോ അസൂയ അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങളും സന്തോഷങ്ങളും ഉണ്ടായാൽ അവരെ നേരിട്ട് പ്രശംസിക്കുക. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, നിങ്ങൾക്ക് അർഹതപ്പെട്ട നേട്ടം തന്നെയാണ് എന്നെല്ലാം പറയുക. ഇനി ഏഴാമത്തെ ടിപ്പ്, നമുക്ക് ആരോടെങ്കിലുമായി അസൂയ തോന്നുമ്പോൾ അവർ ചെയ്തു തന്ന സഹായങ്ങൾ ഓർക്കുക. ഇനി എട്ടാമത്തെ ടിപ്പ്, എല്ലാ നിസ്കാരശേഷവും നമുക്ക് ആരോടാണോ അസൂയ തോന്നുന്നത് അവരുടെ പേര് എടുത്തു പറഞ്ഞ് അവരുടെ സന്തോഷത്തിനും വിജയത്തിനും വേണ്ടി ദുആ ചെയ്യുക. കൽബിൽ ഒരു കണിക പോലും തെറ്റില്ലാത്തവർക്കേ ഇങ്ങനെ ദുആ ചെയ്യാൻ കഴിയൂ. ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അസൂയ പോയി എന്നാണ് അർത്ഥം. ആരോടെങ്കിലും അസൂയ തോന്നുമ്പോൾ ഈ ആയത്ത് ഓർക്കുക. എന്തിന് മനുഷ്യൻ അസൂയപ്പെടണം? എന്തിന് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണം? ഒരാൾക്ക് ഈ ലോകത്ത് എത്രയാണോ വരുമാനം കിട്ടേണ്ടതെന്ന് നാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര അസൂയപ്പെട്ടാലും അവർക്ക് വേണ്ടതും നമുക്ക് വേണ്ടതും അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി വെറുതെ നമ്മുടെ സമാധാനവും സമയവും വേസ്റ്റ് ആക്കണോ? നമ്മുടെ ഉള്ളിലെ അസൂയ വെച്ച് അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിക്കാനും നമുക്ക് തരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാനേ ചാൻസ് ഉള്ളൂ.
അള്ളാഹുവിൻ്റെ ഇഷ്ടം ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാവിനെയും കൽബിനെയും നിയന്ത്രിച്ചേ പറ്റൂ. തെറ്റ് എല്ലാവർക്കും പറ്റും. അത് തിരുത്താനുള്ള കൽബാണ് ഏറ്റവും വലുത്. ഇന്നു മുതൽ എല്ലാവരും നമ്മുടെ കൽബിനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൽബാക്കി മാറ്റാൻ ശ്രമിക്കണം കേട്ടോ. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.